നമസ്കാരം. വിദ്യാ അക്കാദമി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന വിയുടെ പരീക്ഷയുടെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യനുകളുടെ വിശകലനവും അവയുടെ ഉത്തരങ്ങളുമാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. രഘുവിൻ്റെയും അബുവിൻ്റെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 അവരുടെ പ്രായങ്ങളുടെ തുക 40 10 വർഷത്തിന് ശേഷം അവരുടെ പ്രായങ്ങളുടെ അംശബന്ധം എത്രയായിരിക്കും? പ്രായങ്ങൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. തുക 40 ആയതിനാൽ അത് 15ഉം 25ഉം 10 വർഷം കഴിയുമ്പോൾ അത് 25ഉം 35ഉം ആകും. അതായത് 5:7 അവരുടെ 10 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രായങ്ങളുടെ അംശബന്ധം. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ട്രെയിൻ 300 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയമെടുക്കും? ട്രെയിനിൻ്റെ വേഗത 72 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 20 മീറ്റർ പെർ സെക്കൻഡാണ്. അതുകൊണ്ട് 300 മീറ്റർ പാലം മാത്രം കടക്കാൻ വേണ്ടി 15 സെക്കൻഡ് എടുക്കും. ഇവിടെ ട്രെയിനിൻ്റെ നീളം പറഞ്ഞിട്ടില്ല, അതിനാൽ ഇവയൊന്നുമല്ല എന്ന ഉത്തരമാണ് കൂടുതൽ അഭികാമ്യം. പ്രകാശനും രമേശനും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. പ്രകാശൻ മാത്രം ആ ജോലി 30 ദിവസം കൊണ്ടാണ് തീർക്കുക. എങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? ചെയ്യാനുള്ള പ്രവൃത്തി 60 യൂണിറ്റാണ് എന്നെടുത്താൽ പ്രകാശനും രമേശനും കൂടി ഒരു ദിവസം 5 യൂണിറ്റ് വർക്ക് ചെയ്യും. പ്രകാശൻ തനിച്ചാണെങ്കിൽ 2 യൂണിറ്റ് വർക്കാണ് ചെയ്യുക. അതുകൊണ്ട് രമേശൻ തനിച്ച് ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് ചെയ്യും. അതുകൊണ്ട് രമേശന് വേണ്ടി വരുന്ന ദിവസം 20 ദിവസങ്ങളാണ്. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി തൂക്കം 35 കിലോഗ്രാം. അധ്യാപികയും കൂടി പരിഗണിച്ചാൽ ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടുന്നു. എങ്കിൽ അധ്യാപികയുടെ തൂക്കം എത്ര? 20 കുട്ടികളുടെ ഭാരം ശരാശരി 2 കിലോഗ്രാം കൂടുന്നതിനോടൊപ്പം ടീച്ചറിൻ്റെ 37 കിലോഗ്രാം ശരാശരി കൂടെ കൂട്ടുക. അപ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ഉത്തരം 77 കിലോഗ്രാം എന്നാണ്. 8.5 സെൻറ്റിമീറ്റർ നീളം, 7.5 സെൻറ്റിമീറ്റർ വീതി, 6 സെൻറ്റിമീറ്റർ കനമുള്ള ഒരു മരക്കഷ്ണത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുര കട്ടയുടെ വ്യാപ്തം എത്ര? 6 × 6 × 6 216 സെൻറ്റിമീറ്റർ ക്യൂബാണ് സമചതുര കട്ടയുടെ വ്യാപ്തം. 3, 5, 6, 7, 9, 9 തുടർന്ന് വരുന്ന പദം കണ്ടുപിടിക്കുക. 1, 3, 5 പദങ്ങൾ 3, 6, 9 എന്ന ശ്രേണിയിലും 2, 4, 6 പദങ്ങൾ 5, 7, 9 എന്ന ശ്രേണിയിലുമാണ്. തുടർന്ന് വരേണ്ട പദം 12 ആണ്. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു. തുടർന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ നടന്നു. തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര അകലെയാണ് ഇപ്പോൾ? അയാൾ സഞ്ചരിച്ചിരിക്കുന്ന പാതയുടെ രൂപമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾ സഞ്ചരിച്ചിരിക്കുന്ന ദൂരം 10 കിലോമീറ്റർ ആണെന്ന് കണ്ടെത്താം. നാല് സ്റ്റാർ 3 = 68, 1 സ്റ്റാർ 3 = 62, 3 സ്റ്റാർ 3 = 66. എങ്കിൽ 4 സ്റ്റാർ 2 എത്ര? 4 സ്റ്റാർ 3 എന്ന് പറയുന്നത് 34ൻ്റെ ഇരട്ടിയാണ്. 1 സ്റ്റാർ 3 എന്ന് പറയുന്നത് 31ൻ്റെ ഇരട്ടിയാണ്. 3 സ്റ്റാർ 3 എന്ന് പറയുന്നത് 33ൻ്റെ ഇരട്ടിയാണ്. 4 സ്റ്റാർ 2 എന്ന് പറയുന്നത് 24ൻ്റെ ഇരട്ടി 48 ആയിരിക്കും ഉത്തരം. ഒരു പ്രത്യേക ഭാഷയിൽ
വിമൻ എന്നതിൻ്റെ കോഡ് YPOFP എന്നാണ്. എങ്കിൽ പെൻസിൽ എന്നതിൻ്റെ കോഡ് എന്തായിരിക്കും? ഈ കോഡ് ഭാഷയിൽ 1, 3, 5 സ്ഥാനങ്ങളിലുള്ള അക്ഷരങ്ങൾക്ക് പകരം 1 ഇടവിട്ട അക്ഷരവും 2, 4, 6 സ്ഥാനങ്ങളിലുള്ള അക്ഷരങ്ങൾക്ക് പകരം അടുത്ത അക്ഷരവുമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പെൻസിൽ എന്നതിൻ്റെ കോഡ് രൂപം RFPDKM എന്നായിരിക്കും. ഒരു ക്ലോക്കിൽ 12:30 ആകുമ്പോൾ മണിക്കൂർ, മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഒരു മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രിയും ഒരു മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയും വീതം തിരിയുന്നു. ഇത് വെച്ച് 12:30 വരുന്ന കോണളവ് 180 ഡിഗ്രി മൈനസ് 15 ഡിഗ്രി 165 ഡിഗ്രി ആയിരിക്കും. ഒരു ക്ലോക്കും എതിർ ചുമരിലെ കണ്ണാടിയിൽ കാണുന്ന അതിൻ്റെ പ്രതിബിംബവും ഒരേ സമയം ഒരു ദിവസത്തിൽ എത്ര തവണ കാണിക്കും? 12 AM, 6 AM, 12 PM, 6 PM എന്നീ സമയങ്ങളിലാണ് ഇതേപോലെ സംഭവിക്കുക. അതുകൊണ്ട് ഉത്തരം 4 ആണ്. എയ്ക്ക് ബിയുടെ 3 ഇരട്ടി പ്രായമുണ്ട്. അവർ തമ്മിലുള്ള പ്രായവ്യത്യാസം 4 വർഷമാണ്. എങ്കിൽ എയുടെ പ്രായം എത്ര? അവർ തമ്മിലുള്ള പ്രായവ്യത്യാസം 4 വയസ്സായതുകൊണ്ട് നമുക്ക് എയുടെ പ്രായം എന്ന് പറയുന്നത് 6 വയസ്സ് എന്ന് കിട്ടും. ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, ഇയാളുടെ അമ്മ എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. സ്ത്രീ അയാളുടെ ആരാണ്? എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് ആ പുരുഷൻ്റെ അമ്മയായിരിക്കും ആ സ്ത്രീ. രാജുവിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 11 ആണ്. ബാബു രാജുവിനേക്കാൾ 11 ദിവസം ഇളയതാണ്. ഒരു പ്രത്യേക വർഷത്തിൽ സ്വാതന്ത്ര്യദിനം തിങ്കളാഴ്ചയായാൽ ആ വർഷം ബാബുവിൻ്റെ ജന്മദിനം ഏതു ദിവസമായിരിക്കും? ബാബുവിൻ്റെ ജന്മദിനം ജൂലൈ 31 ജൂലൈ 31 ഓഗസ്റ്റ് 14 ഒരേ ദിവസമായതിനാൽ ഉത്തരം ഞായർ എന്ന് കിട്ടും. A + B - C * D / എങ്കിൽ 5C 7B 5A 6D 3 എത്ര? ഇതിൻ്റെ ഉത്തരം 5 × 7 - 5 + 6 / 3 എന്നാണ്. ഇതിൻ്റെ ഫൈനൽ ആൻസർ 32 ആണ്. √221² - 220² എത്ര? A² - B² = A + B × A - B എന്ന ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാൽ ഇത് √441 എന്ന് കിട്ടും. അത് 21 ആണ്. (1 - 1/2 × 1 - 1/3 × 1 - 1/4 × 1 - 1/5 എത്ര? ഇതിൻ്റെ ഉത്തരം 1/2 × 2/3 × 3/4 × 4/5 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ 1/5 ആയിരിക്കും. ഒരു സംഖ്യയുടെ 20% 30% 12 ആണ്. എങ്കിൽ സംഖ്യ ഏത്? ഉത്തരം 200 ആണ്. 200ൻ്റെ 20% 40, 40ൻ്റെ 30% 12 ആണ്. ഒരു വാച്ച് 15% ലാഭത്തിന് വിറ്റു. അത് 600 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ
50% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ എന്ത് വിലയ്ക്കാണത് വിറ്റത്? 600 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 50% ലാഭം കിട്ടുന്നതിനാൽ ഇതിൻ്റെ വാങ്ങിയ വില 400 രൂപയാണ്. 15% ലാഭം എന്ന് പറയുമ്പോൾ 60 രൂപ ലഭിക്കും. അതുകൊണ്ട് ഇതിൻ്റെ വിറ്റ വില 460 രൂപയാണ്. 10% കൂട്ടുപലിശ നിരക്കിൽ ഏത് തുക നിക്ഷേപിച്ചാൽ 3 വർഷം കൊണ്ട് 13,310 രൂപയാകും? കൂട്ടുപലിശ കണക്കാക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് P × 1 + R/100 all raised to n എന്നുള്ളതാണ്. അത് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് P എന്ന് പറയുന്നത് 10,000 രൂപ എന്ന് കിട്ടും. 10,000 രൂപയ്ക്ക് ആദ്യത്തെ വർഷം 1000 രൂപ പലിശ കിട്ടും. അങ്ങനെ തുടർന്ന് 3 വർഷം കഴിയുമ്പോൾ 13,310 രൂപയാകും മുതലടക്കമുള്ള തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി.